ഈശോയുടെ തിരുമുറിവുകളിൽ നിന്ന് 5 മിന്നലുകൾ പ്രവഹിച്ച് ചെറിയ തീജ്വാലകളായി രൂപാന്തരപ്പെട്ടു. അവയിലുണ്ടായിരുന്ന 4 കൂർത്തുമൂർത്ത നഖങ്ങൾ വെറോനിക്കായുടെ കൈകളിലും കാലുകളിലും തുളച്ചു കയറി. മറ്റൊന്നിലുണ്ടായിരുന്ന ഒരു സ്വർണ്ണ കുന്തം അവളുടെ ഹൃദയത്തിലേക്കും തുളച്ചു കയറി. അപ്പോൾ അതികഠിനമായ വേദന വെറോനിക്കായ്ക്ക് അനുഭവപ്പെട്ടു. ഈശോ വെറോനിക്കായ്ക്ക് പ്രത്യേക കൃപകൾ നൽകി അനുഗ്രഹിച്ചു. ഈശോ തോളിലൊരു കുരിശുമായി വന്ന് അവനോടൊപ്പം കഷ്ടപ്പാടുകളിൽ പങ്കാളിയാകാൻ അവളോട് ആവശ്യപ്പെട്ടു. ഒരു വേള മറ്റൊരു ദർശനത്തിൽ ഒരു പാത്രം അവൾക്ക് കാണിച്ചു കൊടുത്തു ഈശോ. അത് ജീവിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പ്രതീകമാണെന്ന് വെറോനിക്കായ്ക്ക് മനസ്സിലായി. ഈ പാത്രത്തിൽ നിന്നും കുടിക്കേണ്ടി വരുമ്പോൾ പലവിധ കഷ്ടപ്പാടുകളും ആന്തരിക വരൾച്ചയും അതുപോലെ ശൂന്യതയും അനുഭവപ്പെടുമെന്ന് ഈശോ അവളെ ഓർമ്മപ്പെടുത്തി. ക്രൂശിതനായ ഈശോയിലുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്നവർക്കായുള്ള അതിൻ്റെ അകത്തെ പാനീയം കുടിക്കാൻ വെറോനിക്ക ജൂലിയാനി അതിയായി ആഗ്രഹിച്ചു. പീഡാനുഭവത്തിൻ്റെ പാത പിന്തുടർന്ന് വെറോനിക്കായുടെ ജീവിതം മുന്നോട്ട് നീങ്ങി. ഒരു ദിവസം മുള്ളുകളുള്ള ഒരു കിരീടം നിഗൂഢമായി സ്വീകരിക്കാനുള്ള കൃപ ഈശോ അവൾക്ക് നൽകി. മുള്ളുകൾ കൊണ്ടുണ്ടാകുന്ന തീവ്രമായ വേദന ജീവിതാവസാനം വരെ അവളെ പിന്തുടർന്നു. ചിലപ്പോൾ വേദനയാൽ അവൾ തളർന്നുപോയി. അവളുടെ നെറ്റിയിൽ ചുറ്റും ചുവപ്പോടുകൂടിയ ഒരു വൃത്തം തന്നെ കാണാമായിരുന്നു. മറ്റു ചിലപ്പോൾ മുള്ളുകൾ കുത്തിയ പാടുകളും കുമിളകളും. അവയിലൊന്ന് വലതു കണ്ണിലേക്ക് ഇറങ്ങി രക്തം കലർന്ന കണ്ണുനീർ പൊഴിച്ചിരുന്നു. എല്ലാ സഹനങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിച്ച് അവൾ ഈശോയുമായി ഐക്യപ്പെട്ടു. ഇറ്റലിയിലെ മെർക്കാറ്റല്ലോയിലെ ദൈവഭക്തരായ ദമ്പതികളുടെ അവസാനത്തെ മകളായി 1660 ഡിസംബർ 27 വെറോനിക്ക ജനിച്ചു. ഉറുസുല അതായിരുന്നു അവളുടെ ജ്ഞാനസ്നാന നാമം. ബാല്യം മുതൽ അവൾ ദരിദ്രരോട് വളരെ പ്രതിബദ്ധത കാണിച്ചു. തനിക്ക് ആവശ്യമില്ലാത്തതിൽ നിന്നും ദാനം ചെയ്യുകയല്ല അവൾ ചെയ്തത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയും അവൾ ദാനം ചെയ്തു. തൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം അവൾ ദരിദ്രർക്കായി മാറ്റിവെച്ചു. പാവപ്പെട്ട കുട്ടികളെ കാണുമ്പോൾ അവൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രങ്ങൾ അവർക്ക് ദാനം ചെയ്തു. ബാല്യം മുതൽ ആത്മാവ് നയിക്കുന്ന പാതയിലൂടെയായിരുന്നു വെറോനിക്ക നടന്നിരുന്നത്. ഒരിക്കൽ ഉർസുല മാർക്കറ്റിലൂടെ വേലക്കാരിയുടെ ഒപ്പം നടന്നു നീങ്ങുന്നു. ശരിക്കും സംസാരിക്കാൻ തന്നെ അവൾക്ക് പ്രായമായിട്ടില്ല. അപ്പോൾ ഒലിവ് ഓയിൽ വിൽപ്പനയിൽ അന്യായമായി വില ഈടാക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കടയുടമ കേൾക്കെ ഉർസുല ഇപ്രകാരം പറഞ്ഞു: നീതിമാനായിരിക്കുക, കാരണം ദൈവം നിങ്ങളെ കാണുന്നു. ഇത് കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. മറ്റൊരിക്കൽ അമ്മയോടൊപ്പം ദേവാലയത്തിലായിരിക്കുമ്പോൾ ദിവ്യകാരുണ്യം സ്വീകരിക്കാനുള്ള അനുവാദം പുരോഹിതനോട് അവൾ ചോദിച്ചു. അവളുടെ വിശുദ്ധമായ ആഗ്രഹത്തിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കുന്നതിനായിട്ട് ഒരു ഓസ്തി മാത്രമേ ഉള്ളൂ എന്ന് അവളോട് പറഞ്ഞു. അതിനുള്ള അവളുടെ മറുപടി ഇപ്രകാരമായിരുന്നു: അതിൽ നിന്ന് ഒരു കഷണം എടുക്കാൻ കഴിയും, ഒരു തകർന്ന കണ്ണാടിയിലേതെന്നുപോലെ. വിഭജിക്കപ്പെട്ട തിരുവോസ്തിയിലെ ഓരോ കണികയിലും ഈശോ ഉണ്ടെന്ന് അന്നേ അവൾ മനസ്സിലാക്കി. വെറോനിക്കയ്ക്ക് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ അവളുടെ അമ്മ മരണപ്പെട്ടു. താൻ മരിക്കുന്ന അവസരത്തിൽ ആ അമ്മ തൻ്റെ 5 മക്കളെയും അരികിൽ വിളിച്ച് ഓരോ മക്കളെയും ഈശോയുടെ തിരുമുറിവുകളിലേക്ക് ചേർത്ത് വെച്ചു. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആ തിരുമുറിവുകളിൽ അഭയം തേടാനും അവരെ ആ അമ്മ ഉപദേശിച്ചു. ഇളയവളായ ഉർസുലയെ ഈശോയുടെ പാർശ്വഭാഗത്തുള്ള മുറിവിലേക്കാണ് സമർപ്പിച്ചത്. ആ സമയം മുതൽ അവളുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടാനായിട്ട് ആരംഭിച്ചു. യൗവനപ്രായമായപ്പോൾ അവളെ വിവാഹം ചെയ്തു കൊടുക്കാൻ അവളുടെ പിതാവ് ആഗ്രഹിച്ചു. എന്നാൽ ഉർസുലയാകട്ടെ സന്യാസ ജീവിതം നയിക്കാനാണ് ആഗ്രഹിച്ചത്. 11ാമത്തെ വയസ്സ് മുതൽ ഈശോയുടെ പീഡാനുഭവത്തോടും പരിശുദ്ധ അമ്മയോടും അതിയായ ഭക്തിയുണ്ടായിരുന്ന ഉർസുല 1678 ക്ലാരസഭയിലെ നിയമങ്ങളെല്ലാം പാലിച്ച്
വേറോനിക്ക എന്ന നാമധാരിയായി വ്രതവാഗ്ദാനം സ്വീകരിച്ചു. വ്രതവാഗ്ദാന സ്വീകരണ ചടങ്ങിന് ശേഷം അന്നത്തെ ബിഷപ്പ് മഠാധിപതിയോട് പറഞ്ഞു, ഈ മകളെ മദറിൻ്റെ പ്രത്യേക സംരക്ഷണത്തിൽ ഏൽപ്പിക്കുന്നു. ഈ മകൾ ഭാവിയിലൊരു വിശുദ്ധയായിത്തീരും. തൻ്റെ വ്രതവാഗ്ദാന ദിനത്തിൽ പാപികൾക്ക് വേണ്ടി എന്ത് സഹിക്കാൻ തയ്യാറാണെന്ന് അവൾ ഈശോയ്ക്ക് വാക്കുകൊടുത്തു. പഞ്ചക്ഷതങ്ങളും മുറിവുകളും വേദനകളും നൽകിക്കൊണ്ട് ഈശോ അവളെ അതിയായി സ്നേഹിച്ചു. മിണ്ടാമഠത്തിലെ നിയമം അനുസരിച്ച് അവർക്ക് പുറത്തു പോയി ജോലി ചെയ്യാനോ സുവിശേഷം പ്രസംഗിക്കാനോ സാധിക്കുമായിരുന്നില്ല. മഠത്തിൻ്റെ ആവൃത്തിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ മാത്രമായിരുന്നു സാധിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ വേറോനിക്ക മഠത്തിലെ എല്ലാ സിസ്റ്റേഴ്സും ഉറങ്ങിക്കഴിയുമ്പോൾ അർദ്ധരാത്രിയിൽ മഠത്തിൻ്റെ നടുമുറ്റത്തുള്ള മരത്തിന്മേൽ കയറി നിന്ന് സുവിശേഷം പ്രസംഗിക്കുമായിരുന്നു. പറഞ്ഞിരുന്ന സുവിശേഷം ഇതാണ്: ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അത് പല പ്രാവശ്യം ആവർത്തിച്ച് പറയും. ഓരോ പ്രാവശ്യം പറയുമ്പോഴും അവളുടെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറയും. ദൈവസ്നേഹമാകുന്നു എന്ന് പറഞ്ഞിരുന്ന സമയത്ത് ആ കോൺവെൻറ്റിൻ്റെ ചുറ്റുവട്ടത്ത് പല അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിരുന്നതായി അവിടെ ഉണ്ടായിരുന്നവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ക്രൂശിക്കപ്പെട്ട ഈശോയെപ്പോലെ ആകാനുള്ള വേറോനിക്കായുടെ ആഗ്രഹത്തിന് ഈശോ പഞ്ചക്ഷതങ്ങൾ നൽകി അവളെ അനുഗ്രഹിച്ചു. അവളുടെ പഞ്ചക്ഷതത്തിൻ്റെ അടയാളങ്ങൾ 3 വർഷത്തേക്ക് ദൃശ്യമായിരുന്നു. പഞ്ചക്ഷത മുറിവുകളിൽ നിന്നും സുഗന്ധവും വന്നിരുന്നു. ഒരിക്കൽ പരിശുദ്ധ അമ്മ വേറോനിക്കയോട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ മകളെ, എൻ്റെ പുത്രൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു. എൻ്റെ മകൻ നിൻ്റെ മണവാളനാകും. അതിനായി നീ തയ്യാറെടുക്കുക. ഈശോയുമായിട്ട് ഒരു നിഗൂഢ വിവാഹത്തിനും വേറോനിക്ക വിധേയയായിട്ടുണ്ട്. ഈശോയിൽ നിന്നും ഒരു ചുവന്ന കല്ല് പതിപ്പിച്ചിട്ടുള്ള ഒരു മോതിരം അവൾക്ക് ലഭിച്ചു. ഒരമ്പുകൊണ്ട് അവളുടെ ഹൃദയത്തിൽ ഈശോ പ്രത്യക്ഷത്തിൽ കുത്തിയതായും പറയപ്പെടുന്നുണ്ട്. ഈ മുറിവിൽ നിന്ന് രക്തം വാർന്നൊഴുകുമായിരുന്നു. ഈശോയുടെ അനന്തമായ സ്നേഹത്തിൻ്റെ പഞ്ചക്ഷതങ്ങൾ ഏറ്റുവാങ്ങിയ വിശുദ്ധ വേറോനിക്ക 1727 ജൂലൈ 9 തൻ്റെ നിത്യമണവാളൻ്റെ അടുക്കിലേക്ക് യാത്രയായി. 1839 മെയ് 26 ഗ്രിഗറി 16 മാർപ്പാപ്പ വേറോനിക്കയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അവളുടെ ഹൃദയം ഇന്നും അഴുകാതെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.